بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ ഇബ്ബിങ്ങളെ നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 19ാമത്തെ അധ്യായം ഹിസ്ബു അഹ്ലുൽ ബൈത്ത് അതിലെ രണ്ടാമത്തെ ഹദീസ് ആണ് നമുക്കിനി പറയാനുള്ളത്. اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله ما دام الملوان الذي كفى أهل بيته شرفا قوله تعالى മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിന് അവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ മതിയാകുന്ന ഒരു ദിവ്യ സൂക്തമാണ് താഴെ പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ വചനം അഹ്ലു ബൈത്തിനിക്ക് അള്ളാഹു തആല നൽകിയ കൽപ്പിച്ച ആ മഹത്വം മനസ്സിലാക്കി തരാൻ എമ്പാടും മതിയാകുന്ന ഒരു ദിവ്യ വചനമാണ്. ഏത്? സൂറത്തുൽ അഹ്സാബ് 33ാമത്തെ വചനം. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ് അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറാ. എന്താ അതിന്റെ മീനിങ്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ്, നിശ്ചയം അല്ലാഹു തആല യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ്, നിങ്ങളിൽ നിന്നും അശുദ്ധിയെ ദുർവൃത്തിയെ അല്ലാഹു തആല നീക്കം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നമാ യുരീദുല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ലിയുദ്ഹിബ അൻകുമുർ റിജ്സ്, നിങ്ങളിൽ നിന്ന് ദുർവൃത്തിയെ നീക്കം ചെയ്യാൻ. നിങ്ങൾക്ക് ഒരിക്കലും ദുർവൃത്തി ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ മരിച്ച് അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോൾ നിങ്ങൾ ദുർവൃത്തിയോടെ ദോഷികളായിക്കൊണ്ട്, പാപികളായിക്കൊണ്ട്, അവിശ്വാസിയായിക്കൊണ്ട് ഒരിക്കലും അള്ളാഹുവിലേക്ക് മടങ്ങാൻ പാടില്ല. അഹ്ലുൽ ബൈത്ത്, ഓ അഹ്ലു ബൈത്തെ, അഹ്ലുൽ ബൈത്ത്, അഹ്ലു ബൈത്തിനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ അഹ്ലു ബൈത്തിനെ ഞാൻ പ്രത്യേകം ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. വയുതഹിറകും തത്ഹീറാ, നിങ്ങളെ അല്ലാഹു തആല അങ്ങേയറ്റം വൃത്തിയാക്കാൻ, വിശുദ്ധമാക്കുവാനും ഉദ്ദേശിക്കുന്നു. പറഞ്ഞതിന്റെ അർത്ഥം അഹ്ലു ബൈത്തിന് ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് പാപങ്ങൾ ഉണ്ടാകില്ല എന്നല്ല. അഹ്ലു ബൈത്ത് മഅസൂമാണ് എന്നല്ല. അഹ്ലു ബൈത്ത് പാപ മുക്തരാണ്, പാപത്തിൽ നിന്ന് കാക്കപ്പെടുന്നവരാണ്. അംബിയാ മുർസലീങ്ങളെ പോലെ, മലക്കുകളെ പോലെ അഹ്ലു ബൈത്തിന് ഒരിക്കലും പാപം സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നത് അത് ഷിയായിസാണ്. അത് ഷിയാത്തിന്റെ വിശ്വാസം. അത് ശരിയല്ല. കാരണം നമ്മൾ തന്നെ എത്രയോ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെ, നമ്മൾ ഇന്നുള്ള അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെ നാം പല തെറ്റുകളും ചെയ്യുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പുത്തൻവാദികളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുത്തൻവാദം, ബിദ്അത്ത് എന്ന് പറയുന്നത് അത് വലിയ തെറ്റാണ്. അത് വിശ്വാസപരമായ തെറ്റാണ്. വിശ്വാസപരമായ തെറ്റിന് കർമ്മപരമായ തെറ്റിനേക്കാൾ ശിക്ഷ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ എന്താണ്? ഇവിടെ ആരാണ് അഹ്ലു ബൈത്ത് എന്ന് അല്ലാഹു തആല സംബോധന ചെയ്തത്? ആരോടാണ്? അതൊക്കെ പഠനീയമായ വിഷയമാണ്, പഠനാർഹമായ വിഷയമാണ്. സൂറത്തുൽ അഹ്സാബിലാണ് ഇത് പറയുന്നത്. സൂറത്തുൽ അഹ്സാബിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തും അതിന്റെ ശേഷമുള്ള ആയത്തും നാം ഓതിയാൽ നമുക്ക് കാര്യം ഏറെക്കുറെ മനസ്സിലാവും. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്ത്, യാ നിസാ അൻ-നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. إذا بريد واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. എന്താ പറഞ്ഞത് ഇതിൽ? ഇത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെയാണ് അല്ലാഹു തആല ആദ്യം സംബോധന ചെയ്തത്. 33ാമത്തെ വചനമാണ് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത് എന്ന് പറയുന്ന വചനം. അതിന്റെ തൊട്ട് മുമ്പുള്ള 32ാമത്തെ വചനത്തിൽ പറയുന്നത് യാ നിസാ അൻ നബി, ഓ നബി തങ്ങളുടെ, പുണ്യ നബിയുടെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല, മറ്റാരെ പോലെയുമല്ല നിങ്ങൾ.
ഇനി തഖൈതുന്ന നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ആരെപ്പോലെയുമല്ല, നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. നിങ്ങൾ തിരുപ്രവാചകരുടെ ഭാര്യമാരാണ്. ആ ഓർമ്മ നിങ്ങൾക്ക് വേണം. അള്ളാഹു പറയാണ് ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ തിരുനബിയുടെ ഭാര്യമാരാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കുമ്പോ സംസാരത്തിൽ ലോലമായി കൊഞ്ചിക്കുഴഞ്ഞ് നിങ്ങൾ സംസാരിക്കരുത്. പുരുഷന്മാരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള സംസാരം അത് ദുസ്വഭാവമാണ്, അത് വൃത്തിഹീനമായ സ്വഭാവമാണ്. അത് നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല. മനസ്സിൽ രോഗമുള്ള ആളുകൾ അവര് നിങ്ങളിൽ കൊതിക്കും. നിങ്ങളുടെ സംസാരം, ആ കൊഞ്ചിക്കൊയഞ്ഞ സംസാരം കേൾക്കുമ്പോ അവര് ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ നിങ്ങളിൽ കൊതിക്കും. അതുകൊണ്ട് അതിന് നിങ്ങൾ അവസരമൊരുക്കുക എന്ന് പറഞ്ഞത് വളരെ വൃത്തിഹീനമായ സ്വഭാവമാണ്. അത് നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല. വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞോളി, നല്ല നിലക്ക് പെരുമാറണം, പക്ഷേ കൊഞ്ചിക്കൊഴയാൻ പാടില്ല. ഇത് അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് നടത്തിയ ഉപദേശമാണെങ്കിലും ലോകത്തുള്ള എല്ലാ മുഅ്മിനാത്തിനും എല്ലാ സ്ത്രീകൾക്കും ഇത് ബാധകമാണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അല്ലാഹു തആല പ്രത്യേകം റസൂലുള്ളാഹിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിച്ച് ഇമ്പോർട്ടന്റ് ആയി അവരെ വിളിച്ച് പറയുമ്പോൾ അവരാണല്ലോ ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഖുർആൻ ഇറങ്ങുന്ന വീടാണ് റസൂലുള്ളാഹിയുടെ വീട്, വഹയി അവതരിക്കുന്ന വീടാണ് റസൂലുള്ളാഹിയുടെ വീട്, തിരുനബി ജീവിക്കുന്ന വീടാണല്ലോ അവിടുത്തെ വീട്. ആ വീട്ടിലുള്ളവർ മോശക്കാരായാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ട്. ആദ്യം നന്നാവേണ്ടത് തിരുനബിയെ കണ്ടുകൊണ്ട് തിരുനബിയിൽ നിന്ന് കാര്യങ്ങൾ നേരെ മനസ്സിലാക്കി അവരല്ലേ ആദ്യം തഖ്വയുള്ളവരും സൽസ്വഭാവികളുമാവേണ്ടത്, മറ്റുള്ള സ്ത്രീകൾക്ക് പാഠമാവേണ്ടത്. അതാണ് അല്ലാഹു തആല അങ്ങനെ ഉപദേശിച്ചത്. അതിന്റെ ബാക്കിയാണ് പിന്നെ 33-ാമത്തെ വചനം. 33-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിങ്ങൾ നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കണം, സ്ഥിരമായിട്ട് നിൽക്കണം. നിങ്ങളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിസ്കരിക്കുന്ന പള്ളി, പൊതു സ്ഥലങ്ങൾ, പുരുഷന്മാര് നിസ്കരിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങോട്ട് നിങ്ങൾ പുറപ്പെടാൻ പാടില്ല. അതുപോലെ മറ്റു മേഖലകളിലേക്കും നിങ്ങൾ പുറപ്പെടാൻ പാടില്ല അത്യാവശ്യത്തിനല്ലാതെ. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിലകൊള്ളണം, വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ ഭാര്യമാരോട് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന് ഒരൊറ്റ ഭാര്യയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ജമാഅത്തിനോ ജുമുഅക്കോ പങ്കെടുത്തതായി ഒരു ഹദീസിലും ഞാൻ കണ്ടിട്ടില്ല. അതാ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചതാണ്. ആ സുന്നികള് അവര് പറയുന്നത് ഈ സ്ത്രീകൾക്ക് ജുമുഅയും ജമാഅത്തും പാടില്ല എന്നൊക്കെ ഇപ്പൊ വന്ന മുസ്ലിയാക്കന്മാരുണ്ടാക്കിയതാണ്. മുൻകാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. അത് തെറ്റാണ് ആ പ്രചാരം. ഷാഫിഈ ഇമാം ആരാണ്? ഷാഫിഈ ഇമാം സ്വഹാബികളെ കണ്ടിട്ടില്ലെങ്കിലും സ്വഹാബികളെ കണ്ടവരെ കണ്ട ആളാണ്. അത്രയും അടുത്ത കാലത്ത് ജീവിച്ച മഹാനാണ്. അവർക്ക് കിട്ടിയ പല ഹദീസുകളും നമുക്ക് അവർക്ക് സ്വഹീയായ സനദോടുകൂടെ പ്രബലമായ റിപ്പോർട്ടോട് കൂടെ കിട്ടിയ പല ഹദീസുകളും നമ്മുടെ കയ്യിലെത്തിയപ്പോൾ ഒരു പക്ഷേ അത് പ്രബലമല്ലാത്തതായിട്ടുണ്ടാവും. കാരണം ഷാഫിഈ ഇമാമിന് ശേഷം വന്ന ആളുകൾ വിശ്വാസയോഗ്യരല്ലാത്ത ആളുകളായി കഴിഞ്ഞാൽ നമുക്ക് ആ ഹദീസ് നമ്മുടെ അടുക്കൽ അത് ബലഹീനായി പോയി, തെളിവിന് പറ്റാത്ത ഹദീസായി പോയി. അതേസമയത്ത് ഷാഫിഈ ഇമാം റസൂലുള്ളാഹി തൊട്ടടുത്ത കാലത്ത് ജീവിച്ചതുകൊണ്ട് അവർക്ക് കിട്ടിയ പല ഹദീസുകളും നമുക്ക് സ്വഹീഹായി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ അടുത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ വിവരമുള്ള ഹദീസിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും വിവരമുള്ള കാലത്ത് ജീവിച്ച വിവരമുള്ള ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവര് പറഞ്ഞത് ഒറ്റ ഹദീസിലും റസൂലുള്ളാഹിയുടെ ഭാര്യമാര് ജുമുഅക്കോ ജമാഅത്തിനോ പങ്കെടുത്തതായിട്ട് ഒരൊറ്റ ഹദീസിലും വന്നിട്ടില്ല. ആകെ ഹദീസ് പരതിയാൽ ഒരൊറ്റ പെണ്ണിനെയാണ് കാണാൻ സാധിക്കുക. ആത്തിഖത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പെണ്ണിനെയാണ് കാണാൻ സാധിക്കുക. ആ സഹോദരി തന്നെ പിന്നീട് അത് നിർത്തുകയും ചെയ്തു. റസൂലുള്ളാഹിയുടെ കാലത്തൊരു സഹോദരി വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചല്ലോ, ഒരു സ്വഹാബിയത്ത്, നബി എനിക്ക് അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹിയുടെ കൂടെ നിസ്കരിക്കുന്നതിന് എത്ര പുണ്യമുണ്ട്. മുഅ്മിനീങ്ങളിൽപ്പെട്ട ആരുടെങ്കിലും അമലിന്റെ പുണ്യത്തെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വകവെച്ച് കൊടുക്കാതെ അത് വേണ്ടാന്ന് വെക്കുക ഒരിക്കലും വെക്കൂല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പുണ്യം കിട്ടാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് അത് വിവരിക്കാനാണ് റസൂലുള്ളാഹി വന്നത്. അത് വേണ്ടതുപോലെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിന് എത്ര പുണ്യാണ് ഉണ്ടാകുക നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷെ ഈ പുണ്യം സ്ത്രീകൾക്ക് ഇല്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്.
സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഒരു സ്ത്രീ വന്നു കണ്ട് ആ സ്ത്രീയുടെ മനസ്സിലുള്ള അഭിലാഷ പറഞ്ഞു, അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഇനി ഒഹിബു സ്വലാത്തമാക്കാം, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, നിങ്ങളുടെ കൂടെ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കട്ടെ. റസൂൽ എന്ത് പറഞ്ഞു? വേണ്ട, നിനക്ക് ഇതിനേക്കാൾ പുണ്യം കിട്ടും നിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനാണ്. നിന്റെ വീട് മുറ്റത്ത് ഒരു സ്വകാര്യമായ ഒരു നിസ്കാരമുറി നിന്റെ വീട് മുറ്റത്തുണ്ടെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കുന്നതിനാണ് ഇതിനേക്കാൾ പുണ്യം സ്ത്രീ ആയതുകൊണ്ട്. ഈ ഹദീസിന്റെ വ്യാഖ്യാനം, ഈ ആയത്തിന്റെ വ്യാഖ്യാനാണ് വഖർന ഫീ ബുയൂതികുന്ന, ഖുർആനിന്റെ ആജ്ഞയാണ്. ഓ സ്ത്രീകളെ, നിങ്ങളെ വീട്ടിൽ ഒതുങ്ങി നിൽക്കും. നിങ്ങൾ പ്രത്യേകം അള്ളാഹു റസൂൽ സമ്മതം തന്ന വിഷയങ്ങൾക്കല്ലാതെ പുറത്തു പോകേണ്ട. ഹജ്ജ് ഉംറ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റൂല, അതിന് നിങ്ങൾ പുറത്തു പോവേണ്ടി വരും. നിസ്കാരങ്ങൾക്ക് നിങ്ങൾ പുറത്തു പോകേണ്ട. പിന്നെ ആ സഹോദരനോട് പറഞ്ഞ്, വീട്ടിന്റെ മുറ്റത്തുള്ള പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഗുണം വീട്ടിന്റെ വരാന്തിയിൽ ഒരു സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കൽ, അതിനേക്കാൾ പുണ്യം വീട്ടിന്റെ അകത്ത് വെച്ച് നിസ്കരിക്കൽ, അതിനേക്കാൾ പുണ്യം നിന്റെ റൂമിൽ, സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നത്, ആരും വരാത്ത സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സുന്നികളാരും സ്ത്രീകളെ ജുമാഅക്കും ജമാഅത്തിനും കൊണ്ടുപോവാത്തത്, പള്ളിയിൽ വെച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ വീട്ടിൽ ഒതുങ്ങി നിൽക്കുക. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ, മുൻകാലത്ത് ഇസ്ലാം പ്രചരിക്കുന്നതിന്റെ മുമ്പുള്ള കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ രാത്രിയും പകലുമൊക്കെ വെളിയിൽ ഇറങ്ങിക്കൊണ്ട് നടക്കുന്നത് പോലെ, പുറത്തിറങ്ങി നടക്കരുത്. അതേസമയത്ത് നിങ്ങൾ നിസ്കാരം ചൊവ്വായി നിർവഹിക്കണം. സകാത്ത് കൊടുക്കും വേണം. അല്ലാഹു റസൂലും വഴിപ്പെടണം. അതൊക്കെ പാരോടെ പറയുന്നത് യാ നിസാ നബി, പ്രവാചകരുടെ ഭാര്യമാരേന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ ബാക്കിയാണ്. ആയത്ത് അവിടെ കഴിഞ്ഞിട്ടില്ല. 33-ാമത്തെ ആയത്ത് അവിടെ കഴിഞ്ഞിട്ടില്ല. 33-ാമത്തെ ആയത്ത് തന്നെയാണ് ഉള്ളത്. ഇന്നമാ യുരീദുല്ലാഹ്, കാരണം അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു യുദ്ഹിബ അൻകും റിജ്സ, നിങ്ങൾക്കൊരു ദുർവൃത്തി ഉണ്ടാവാൻ പാടില്ല എന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങൾ സംസാരത്തിലും മികവ് പുലർത്തണം, വൃത്തി കാണിക്കണം, മോശപ്പെട്ട സ്വഭാവം നിങ്ങൾ സംസാരത്തിൽ ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പാടില്ല, വീട്ടിൽ ഒതുങ്ങി നിൽക്കണം. ജാഹിലിയ്യ കാലത്ത്, ഇസ്ലാമിന്റെ തുടക്കകാലത്ത്, അല്ലെങ്കിൽ ഇസ്ലാം വരുന്നതിന്റെ മുമ്പൊക്കെ പുറത്തിറങ്ങിയത് പോലെ ഇനി പുറത്തിറങ്ങാൻ പാടില്ല. എന്തിനാ പറഞ്ഞത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ, അള്ളാഹു നിങ്ങളിൽ നിന്ന് ദുർവൃത്തിയെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അഹ്ലുൽ ബൈത്ത് അവരാണല്ലോ, ഭാര്യമാരാണല്ലോ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ വീട്ടുകാർ. ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വീട്. ശരിക്കും വീടിന്റെ അഹലുകാരാരാ? റസൂലുള്ളാഹിയുടെ വീടിന്റെ അഹലുകാര് റസൂലുള്ളാഹിയും റസൂലുള്ളാഹിയുടെ ഭാര്യമാർ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹക്കാണല്ലോ മക്കളുണ്ടായത്. ഖദീജ ബീബി വഫാത്തായ ശേഷമാണ് മറ്റുള്ള ഭാര്യമാരൊക്കെ മറ്റുള്ള ഭാര്യമാരൊക്കെ റസൂലുള്ളാഹി വിവാഹം ചെയ്തത് ഖദീജ ബീബിയുടെ ശേഷമാണ്. മറ്റുള്ള ഒരൊറ്റ ഭാര്യയിൽ നിന്ന് റസൂലുള്ളാഹിക്ക് മക്കളില്ലതാണ്. മക്കളുണ്ടായതൊക്കെ ഖദീജ ബീവിയിൽ നിന്നാണ്. ആ മക്കളൊക്കെ വിവാഹം ചെയ്യപ്പെട്ടു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ 15-ാം വയസ്സിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവരും വിവാഹം ചെയ്യപ്പെട്ടു. അപ്പോ ബൈത്ത്, വീട് എന്ന് പറഞ്ഞ വീട്ടിൽ ഉണ്ടാവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും തന്നെയാണ്. വീടിന്റെ യഥാർത്ഥ അർത്ഥം വെക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഉണ്ടാവുക റസൂലുള്ളാഹിയും ഭാര്യമാരും. മാത്രമല്ല ഈ ആയത്തിന്റെ തുടക്കം ഭാര്യമാരെയാണ് വിളിക്കുന്നത്. അപ്പൊ അവര് അഹ്ലുൽ ബൈത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞ അഹ്ലുൽ ബൈത്തിൽ ഭാര്യമാരാണ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. പിന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരുടെ പിൻതലമുറകളും പരമ്പരയും അവര് അഹ്ലുൽ ബൈത്താണോ? അവരും അഹ്ലുൽ ബൈത്താണ്, തർക്കമില്ല. അവർ അഹ്ലുൽ ബൈത്താണ്. വിശുദ്ധ ഖുർആനിലെ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞിടത്ത് അവര് ഉദ്ദേശിച്ചിട്ടുണ്ടോ? അവരും കൂടെ ഉദ്ദേശ്യമുണ്ട് എന്ന് ഹദീസ് പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയെ ഹറമായി പ്രഖ്യാപിച്ചു. ഇന്ന ഇബ്രാഹിമ ഹറമ മക്കത്ത. മുത്തനബി പറഞ്ഞല്ലോ, ഞാനിതാ മദീന ഹറമായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ മക്ക ഹറമായി പ്രഖ്യാപിച്ചു. അതിലേക്ക് അത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശം പ്രകാരം ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചതാണ്. അതിലേക്ക് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് ഇപ്പോഴും വസിക്കുന്ന മദീന മുനവ്വറ നിൽക്കുന്ന ആ ഭാഗം, മദീന മുനവ്വറയെ അങ്ങോട്ട് ആഡ് ചെയ്ത് രണ്ടാമത്തെ ഹറമായി ആഡ് ചെയ്ത്, അത് ഹറമൈൻ ശരീഫ് എന്നതുപോലെ അല്ലാഹു തആല അഹ്ലുൽ ബൈത്തായിട്ട് പ്രഖ്യാപിച്ചു റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ റളിയല്ലാഹു അൻഹുന്ന. അതിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഡ് ചെയ്തു. ഇനിയുണ്ട് അഹ്ലുൽ ബൈത്ത്, വേറെ അഹ്ലുൽ ബൈത്ത്. അതാരാ?
എന്റെ പരമ്പര, എന്റെ മക്കളെ പരമ്പര. അഹ്ലുൽ കിസായ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ. പിന്നീട് ഇവരാണ് അഹ്ലുൽ കിസായ്. അവരുടെ ശേഷം അവർ വന്ന സന്തതികൾ അവർക്കും അഹ്ലു ബൈത്ത് എന്ന് പറയാറുണ്ട്. അതെങ്ങനെ പറയൽ വന്നത്? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിമും തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരു പുതപ്പ് പൊതിച്ചിരുന്നു മുറ്റത്ത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെയും വിളിച്ചു ആ പുതപ്പിലേക്ക്. അവരെ അതിന്റെ അകത്താക്കി. പിന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, അവനെയുമല്ല. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്ഹീറ എന്നുള്ള വചനം, ആ ആയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഓതി. അത് അഹ്ലു ബൈത്തായി പ്രഖ്യാപിക്കുകയാണ്. ഖുർആനിൽ പറഞ്ഞ അതേ അഹ്ലു ബൈത്തിന്റെ സ്ഥാനം ഭാര്യമാർക്കുള്ള സ്ഥാനമാണ്. അതേ സ്ഥാനം എന്റെ ഈ പറഞ്ഞ അഹ്ലുൽ കിസാഇ എന്ന് പറഞ്ഞവർക്കും ഇവരും അഹ്ലു ബൈത്ത് തന്നെയാണ്. ഇത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇത് കണ്ടപ്പോ, ഉമ്മു സലമയുടെ വീട്ടിൽ വെച്ചാണ് ആ സംഭവം നടന്നത് എന്നൊരു റിപ്പോർട്ടിലുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹന്റെ വീട് മുറ്റത്ത് വെച്ച് റസൂലുള്ളാഹി ഇവരെ കൂട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് വല്ലാത്തൊരു വിഷമം. അവരെ കൂട്ടിപ്പിടിച്ച് അവരൊക്കെ സ്വന്തക്കാരായിരുത്തി എന്നെ ഒഴിവാക്കിയാലോ എന്നുള്ള വല്ലാത്തൊരു വിഷമം. അപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനും ആ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഉമ്മു സലമ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അൻതി അലാ ഖൈർ, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടിയില്ല. കാരണം നിങ്ങൾ ഖുർആനെ നസ്സോടെ തന്നെ അഹ്ലു ബൈത്ത് ആണല്ലോ. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്ത്, ആ പുണ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ അഹ്ലു ബൈത്ത് വൽക്കരണാണ്. ഇത് അഹ്ലു ബൈത്ത് ആക്കുന്ന ഒരു സ്വഭാവമാണ് റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കുന്നത്. കാരണം ഇവിടെ ആലങ്കാരികമായ ഒരു ബൈത്തുണ്ട്, ഒരു വീടുണ്ട്. ആ വീട് അപ്പൊ ഈ കിസാഇ എന്ന് പറഞ്ഞ കിസാ ഇങ്ങനെ പൊതിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിസാഇ കൊണ്ട് പൊതിച്ചിട്ട് തന്റെ കൂടെയുള്ള ആ പുതപ്പ് അത് മേലെ ഇട്ട് അതിന്റെ ഉള്ളിലാക്കി. ഉള്ളിൽ റസൂലുള്ളാഹിയും ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി കാരണമായി വലയം ചെയ്യുന്ന ഒരു വൃത്തം, അത് ഒരു സാങ്കല്പികമായ അല്ലെങ്കിൽ ആലങ്കാരികമായ ഒരു വീടാണ്. ആ വീടിന്റെ അകത്ത് പെട്ട ആളുകൾ തന്നെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പൊ അവർ അഹ്ലു ബൈത്തായി. എന്നിട്ട് പ്രഖ്യാപിച്ചു ഇവരും അഹ്ലു ബൈത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലരൊക്കെ അഹ്ലു ബൈത്തായിട്ട് പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്, ഹറമായിട്ട് പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഹ്ലു ബൈത്തായിട്ട് പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുമായിട്ട് ഒരിക്കലും കുടുംബബന്ധമല്ല. റസൂലുള്ളാഹിയുടെ വീട്ടിൽ ജനിച്ചോ വളർന്നോ അങ്ങനെ ഒന്നുമല്ല. എന്നിട്ടും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽമാൻ അവിടെ കിടക്കണം, മദീന അവിടെ കിടക്കണം. പേർഷ്യക്കാരനാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വഹാബിയെ വിശ്വസിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരിൽ പ്രധാനിയായി എന്നതിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചു, സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാനും അഹ്ലു ബൈത്താണ് കേട്ടോ. സൽമാൻ റളിയല്ലാഹു അൻഹുവിനും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്ത് എന്നുള്ള സ്ഥാനം കൊടുത്ത്. അപ്പൊ അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാഗം നമുക്ക് പിന്നീട് പറയാം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, വിശുദ്ധ ഖുർആൻ നോക്കുമ്പോൾ ഇവിടെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞതിൽ പ്രാഥമികമായി അതിൽ പ്രവേശിക്കുന്നത്, അഹ്ലു ബൈത്ത് എന്ന വാക്കിൽ പ്രവേശിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. പിന്നീട് അത് അഹ്ലു ബൈത്തിന്റെ ഒരു പ്രയോഗമാണ്, ഖുർആനിൽ പ്രയോഗിച്ച പ്രയോഗമാണ്. സാധാരണ നാം മറ്റൊരു സാങ്കേതിക ഭാഷയിൽ അഹ്ലു ബൈത്ത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വിവക്ഷ എന്താണ്? അതുകൊണ്ട് വിവക്ഷ രണ്ടാമത് പറഞ്ഞ നമ്മൾ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരും അവരുടെ പരമ്പരയും മക്കളെ പരമ്പര, ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെയും വന്ന പരമ്പര, അവരെ ഉദ്ദേശിച്ചിട്ട് അഹ്ലു ബൈത്ത് എന്ന് പറയാറുണ്ട്. ആ അഹ്ലു ബൈത്ത് അഹ്ലുൽ കിസാഇ എന്ന് പറയുന്ന അഹ്ലു ബൈത്ത്. പല അർത്ഥത്തിലും അഹ്ലു ബൈത്ത് പറയും. പിന്നെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായ ബനു ഹാഷിം, ബനു മുത്തലിബ്, അഹ്ലി എന്നവരെ കുറിച്ച് പറയും. റസൂലുള്ളാഹിന്റെ കുടുംബം, ആല് കുടുംബം, അഹ്ലി ഖറാബത്ത് എന്നൊക്കെ അവരെ പറ്റി പറയും. വയതഹിറകും പറയട്ടെ, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ, നിങ്ങളിൽ നിന്നും അല്ലാഹു തആല ദുർവൃത്തിയെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഐ ദനസദംബിൻ, എന്താ റിജ്സ് എന്ന് പറഞ്ഞാൽ ദുർവൃത്തി എന്നാ. എന്ത് ദുർവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്? ഐ ദനസദംബിൻ, പാപമാകുന്ന ദുർവൃത്തി, വബിദഈൻ, ബിദ്അത്താകുന്ന ദുർവൃത്തി, പുത്തൻ പ്രസ്ഥാനം, പുത്തൻവാദം. അല്ല, എത്രയോ പുത്തൻവാദങ്ങൾ. ഷിഈ, സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ഒരു വിഭാഗമാണ് ഷിഅത്ത് റാഫിളത്ത് എന്ന് പറയുന്ന വിഭാഗം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളാണ്, അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവിയേക്കാളും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു.
ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കലും ലഅനത്ത് ചെയ്യലും പുണ്യകർമ്മമായി കാണുന്ന വൃത്തികെട്ട ഒരു വിഭാഗമാണ് ഷിയഅത്ത് എന്ന് പറയുന്നത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊക്കെ ആയിഷ ബീവി അടക്കമുള്ള റളിയല്ലാഹു അൻഹ ഭാര്യമാരെ ചീത്ത പറയുകയും അവരെ ലഅനത്ത് ചെയ്യുകയും ചെയ്യുന്ന വിഭാഗക്കാരാണ് ഷിയഅത്ത് എന്ന് പറയുന്നത്. ഷിയഅത്ത് എന്ന് പറഞ്ഞാൽ അവര് പുറത്ത് പറയും ഞങ്ങൾക്ക് അഹ്ലു ബൈത്തിനോട് വലിയ പ്രേമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ അഹ്ലു ബൈത്തിനെ പ്രേമിക്കല് മറ്റുള്ള അസ്വാജു നബിയെയും ഈ പറഞ്ഞ അഹ്ലു ബൈത്തിനേക്കാൾ സ്ഥാനം കൊടുത്ത സിദ്ദീഖുൽ അക്ബർ ബുഖാരിന്റെ ഹദീസിലില്ലേ അഫ്ളലുൻ നാസി ബഅദി അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയു എന്നാ പറഞ്ഞത്. ഇത് ബുഖാരിന്റെ ഹദീസാണ്. എന്റെ ശേഷം ജനങ്ങളിൽ വെച്ച് അത്യുന്നതൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു എന്നാ പറഞ്ഞത്. ഷിയഅത്ത് പറയുന്നത് റസൂലുള്ളാഹി കഴിഞ്ഞാ പിന്നെ ഏറ്റവും ഉന്നതൻ അലിയാണ്. പറഞ്ഞു പോലെ റസൂലുള്ളാഹിനേക്കാൾ മേലെയാണ് അലി എന്ന് പറഞ്ഞ ചിലപ്പോൾ അലി പ്രവാചകനാന്നും പറഞ്ഞു, അല്ല അലി ദൈവാന്ന് വരെ പറഞ്ഞോല് ഷിയത്തിന്റെ കൂട്ടത്തിൽ കാഫിറായ ഷിയത്തും ഉണ്ട്. അപ്പൊ ബിദ്അത്ത് ഷിയത്ത് മാത്രമല്ല പല ഇസങ്ങളും ഉണ്ട്. വഹാബിസം, ജമാഅത്തിസം, ഇങ്ങനെ എത്രയോ ഇസങ്ങളുണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. തബ്ലീഗിസം, ഇതൊക്കെ വിശ്വാസപരമായി പയച്ച വിഭാഗക്കാരാണ്. അങ്ങനത്തെ ബിദ്അത്തിൽ നിന്ന് ബിദ്അത്താവുന്ന ദുർവൃത്തിയിൽ നിന്നും ദുർവൃത്തിയും അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് അകറ്റാൻ ഉദ്ദേശിക്കും. കുഫ്റാൻ, അതുപോലെ അവിശ്വാസം, കുഫ്ർ, അഹ്ലു ബൈത്തിന് കുഫ്ർ ഉണ്ടാവാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. അഹ്ലുൽ ബൈത്ത്, ഓ അഹ്ലു ബൈത്തെ വയുതഹിറകും തത്ഹീറ, അല്ലാഹ് നിങ്ങളെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ ശുദ്ധമാക്കാൻ ഉദ്ദേശിക്കുന്നു. ഐ ബിനൂരി കമാലിൽ ഈമാൻ, ഈമാനിന്റെ സമ്പൂർണതയുടെ വെളിച്ചം കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കാൻ, മരണസമയത്ത് പൂർണ്ണ ഈമാൻ തന്ന് നിങ്ങളെ ശുദ്ധീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മഹത്വമാണ്. റസൂലുള്ളാഹിയിലേക്ക് ബന്ധമുള്ള രക്തബന്ധമുള്ള ഒരാളെ അള്ളാഹു തആല കുഫറിൽ നിന്ന് കാക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹിന്റെ രക്തത്തിൽ നിന്ന് മുളച്ച ഒരു മനുഷ്യനെ നേരെ നരകത്ത് തള്ളേണ്ടി വരും. അത് റസൂലുള്ളാഹിനെ ശിക്ഷിക്കുന്നതിന് തുല്യമല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഒരു പാർട്ട് അഹ്ലു ബൈത്തിലൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം അഹ്ലു ബൈത്ത് യഥാർത്ഥ നസബും മുത്തുനബിയുടെ പരമ്പരയുമായി നസബുമായി വിശ്വാസയോഗ്യമായ ബന്ധം, ഉറപ്പായ ബന്ധമുള്ളവരാണെങ്കിൽ അവര് പിന്നെ മരണസമയത്തെങ്കിലും അവര് ജമാഅത്ത് ഇസ്ലാമിയ വഹാബിയൊക്കെ നേരത്തെ ആയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ വളരെ വൃത്തിഹീനമായ പ്രവർത്തനങ്ങൾ ഓരോ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് അതിൽ നിന്ന് തൗബ ചെയ്ത് അവര് നല്ല മുസ്ലിമായിട്ടാണ്, നല്ല മുഅ്മിനായിട്ടാണ് അവസാനം മരിക്കുക എന്നാണ് ഉലമാ ഇതിന് അർത്ഥം വെച്ചത്. ഈ അർത്ഥം പറഞ്ഞ പോലെ ഇമാം അൽ ആരിഫ് ബില്ലാ ഇബ്നു അറബി അവരുടെ അൽ ഫുതൂഹാത്തുൽ മക്കിയ്യ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് അതിന് അർത്ഥം പറഞ്ഞത്. അതുപോലെ ഇമാം റാസിയും ഇമാം ഖുശൈരി, അല്ലാമ അലൂസി ഇവരെല്ലാം അവരുടെ വ്യാഖ്യാനങ്ങളിൽ തഫ്സീറുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അവരുടെ അൽ ഫതാവൽ ഹദീസയിൽ പറഞ്ഞു, അഖാദു അൻ അജ്സിം അന്ന ഹഖീഖത്തുൽ കുഫ്രി ലാ തഖഉ മിമ്മൻ ഉലിമ ഇത്തിസാലു നസബിഹി സ്വഹീഹി ബിതിൽകൽ ബദഅത്തുൽ കരീമ ഹഷാഹുല്ലാഹു മിൻ ദാലിക്. ഞാൻ ഉറപ്പിച്ചു പറയാൻ അടുത്താകുന്നു, എന്തെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ തോന്നുന്നുണ്ട്, റസൂലുള്ളാഹിയുമായി ശരിയായ പരമ്പര ബന്ധം സ്ഥിരപ്പെട്ട ആളുകൾ, അറിയപ്പെട്ട ആളുകളാണെങ്കിൽ അവരിൽ നിന്നൊരു യഥാർത്ഥ കുഫർ ഒരിക്കലും ഉണ്ടാകില്ല. എന്നിട്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാണ്, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വ്യഭിചാരം പോലത്തെ വൻകുറ്റങ്ങൾ വരെ സംഭവിക്കൂല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ എങ്ങനെയാ കുഫർ ഉണ്ടാകുക? വ്യഭിചാരം സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംഭവിക്കാൻ കുറവാണ് എന്നൊക്കെയായിരിക്കും അതിന്റെ ഉദ്ദേശം. തീരെ സംഭവിക്കൂല എന്നർത്ഥത്തിനല്ല. സംഭവിച്ചാൽ തന്നെ അവര് എന്താവും? അവര് തൗബ ചെയ്ത് മടങ്ങും. ഖാല ജംഉൻ, ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞു, അഹ്ലുൽ ബൈത്തി ഹുന, ഈ ആയത്തിൽ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞത് അലിയും ഫാത്തിമത്തു വൽ ഹസന, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹയും, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നാണ് അഹ്ലുൽ കിസാബ്. അവരാണ് ഇവിടെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാ പറഞ്ഞ ആ വ്യാഖ്യാതാക്കൾ അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം അവരും ഉണ്ട് എന്ന അർത്ഥത്തിനായിരിക്കും, എന്നല്ലാതെ അവർ മാത്രമാണ് എന്ന് അർത്ഥം ഉദ്ദേശിക്കാൻ പറ്റില്ല. കാരണം അത് ആയത്തിന്റെ ഈ ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് നോക്കിയാൽ മനസ്സിലാവും അവിടെ അഹ്ലു ബൈത്ത് ഭാര്യമാരെ, റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ വിളിച്ചിട്ടാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്.
പിന്നെ ഇവര് പെട്ടിട്ടുണ്ടോ എന്നതില് സംശയിക്കേണ്ടതുള്ളൂ. അപ്പൊ ഇവര് പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വഖാല ജമ്മുൻ, വേറൊരു വിഭാഗം ആളുകൾ പറഞ്ഞു വഖററഹുൽ ഹൈതമിയ്യു ഫിൽ മിനഹി ബി ബുർഹാൻ. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് മിനഹുൽ മക്കിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ സലക്ഷ്യം ഈ വിഷയം സമർത്ഥിച്ചിട്ടുണ്ട്. പറയാൻ പോകുന്നത് എന്ത്, ഇവിടെ അഹ്ലു ബൈത്ത് ഹും അസ്വാജുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും കുല്ലു മുഅ്മിനി ബനി ഹാഷിം വ ബനിൽ മുത്തലിബി, ബനി ഹാഷിമും ബനു മുത്തലിബും എല്ലാവരും പെടും. അതാണ് വിശാലമായ അർത്ഥത്തിലുള്ള തങ്ങന്മാർ. അഹ്ലു ബൈത്ത്, ഖറാബത്ത്, ആലു നബി, മുത്തനബിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വിശാലാർത്ഥത്തിലുള്ള കുടുംബം ആരാണ്? അത് ബനു ഹാഷിമും ബനു മുത്തലിബും ഭാര്യമാരും. അപ്പോ ബനു ഹാഷിം ബനു മുത്തലിബ് എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂലുള്ളാഹിയുടെ ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി, അവരുടെ ഉപ്പ അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം, അവരുടെ ഉപ്പ അബ്ദു മനാഫ്. ഈ അബ്ദു മനാഫ് എന്ന് പറയുന്നവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ വല്യുപ്പയാണ്. ഈ മൂന്നാമത്തെ വല്യുപ്പാക്ക് 4 മക്കളുണ്ടായിരുന്നു. ആ 4 മക്കൾ ആരൊക്കെയാണ്? ഹാഷിം, മുത്തലിബ്, പിന്നെ അബ്ദു ഷംസി, നൗഫൽ, ഇങ്ങനെ 4 മക്കൾ. പക്ഷെ റസൂലുള്ളാഹിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ അപ്പൊ ഈ 4 മക്കൾക്കും മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ അബ്ദു ഷംസിന് മക്കൾ ഉണ്ടായിട്ടുണ്ട്. അബ്ദു ഷംസിന്റെ പെട്ടാല നേരെ മോനാണ് ഉമയ്യത്ത്, ഉമയ്യന്റെ നേരെ മോനാണ് ഹർബ്, ഹർബിന്റെ നേരെ മോനാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അവരുടെ നേരെ മോനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. പക്ഷെ അബൂ സുഫിയാൻ, മുആവിയ റളിയല്ലാഹു അൻഹു ഇവരാരും ഒരിക്കലും അഹ്ലു ബൈത്ത് പെട്ടവരല്ല. റസൂലുള്ളാഹിന്റെ കുടുംബം തന്നെ എണ്ണൂലാണ്. എണ്ണന്റെ ശരിക്കും എണ്ണാണെങ്കിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ എണ്ണണ്ട്. കാരണം അബ്ദു മനാഫിന്റെ 4 മക്കളെ പെട്ട ഒരു മോനാണ് അബ്ദു ഷംസ്. അബ്ദു ഷംസിന്റെ പരമ്പരയിലേക്കാണ് അബൂ സുഫിയാൻ അവർ പോകുന്നത്. അബൂ സുഫിയാൻ ബിൻ ഹർബ് ബിൻ ഉമയ്യത്ത് ബിൻ അബ്ദു ഷംസ്, അങ്ങനെയാണ്. നൗഫല്, പിന്നെ നൗഫലിന്റെ മക്കളെ അങ്ങോട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം പോണില്ല. പിന്നെ കുടുംബം പോണത് അങ്ങോട്ടാ ഹാഷിമിലേക്കും മുത്തലിബിലേക്കും. ഈ 4 മക്കളിൽ ഏറ്റവും മഹത്വമേറിയ ആൾ ഹാഷിമാണ്. അത് റസൂലുള്ളാഹി ഹാഷിമിലൂടെ റസൂലുള്ളാഹി വരുന്നത്. അതിനൊരു കാരണമുണ്ട്. അതിന് മുൻകാലത്ത് ഖുറൈശികളോട് ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു. ഖുറൈശികളോട് എന്ന് പറഞ്ഞുകൂടാ, ഖുറൈശികൾ മക്ക മുശ്രിക്കീങ്ങൾ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപരോധം ഏർപ്പെടുത്തി. മക്കയിൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോ അതിൽ കുറഞ്ഞ ആളുകളെ ഇസ്ലാമിക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ഫിത്ന, അവരുടെ ഭാഷയിൽ ഈ പുതിയ മതം ഇതിന്ന് മാറുന്നില്ലെങ്കിൽ മുഹമ്മദിന് ആരും ഒന്നും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ധാന്യം ഒന്നും കൊടുക്കരുത്, ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിച്ച ആളുകളും വിശ്വസിച്ചിട്ടില്ലെങ്കിലും മുത്തുനബിയോട് കുടുംബത്തിലുള്ള ആ ബന്ധം, മുത്തുനബിയോടുള്ള ആ കുടുംബ സ്നേഹവും ബന്ധവും കണക്കിലെടുത്ത് കുറച്ച് ആളുകൾ മുത്തുനബിന്റെ കൂടെ നിന്ന് അവര് മക്കയിലുള്ള ആ മലഞ്ചരൂല് ഷെയ്ബ് ബനി ഹാഷിം, ആ മലഞ്ചരൂല് താമസിക്കുകയും ആ മലയിലുള്ള ചെടികളുടെ ഇല തിന്നുകൊണ്ട് കുറെ അവിടെ താമസിച്ചിട്ടുണ്ട്. അക്കാലത്ത് മുത്തുനബിയുടെ കൂടെ നിന്ന ആളാണ്, മുത്തുനബിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുത്തുനബിയുടെ കൂടെ നിന്നവരാണ് ബനു ഹാഷിമും ബനു മുത്തലിബും. അബ്ദു ഷംസും നൗഫലും അവരെ അന്ന് കിട്ടിയില്ല. ബനു അബ്ദു ഷംസും നൗഫൽ അവരതിന് കിട്ടിയില്ല. അതുകൊണ്ട് പിൻകാലത്ത് റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ കുടുംബം എന്ന് പറഞ്ഞാല് അത് എപ്പോഴും കുടുംബമാവണം, അങ്ങനത്തെ നമ്മൾ കുടുംബത്തെ പെടുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിയാല് ഒഴിഞ്ഞു പോയി. അപ്പൊ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളല്ല. പിൻകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനുള്ള പ്രത്യേകമായ അള്ളാഹു നൽകിയ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ ബനു ഹാഷിമിനും ബനു മുത്തലിബിനും നൽകിയപ്പോൾ മറ്റൊരു ചോദ്യം ചെയ്തു, ആ ആനുകൂല്യം ഞങ്ങൾക്ക് ഇല്ലാത്തത് ഞങ്ങളും അബ്ദു മനാഫിന്റെ മക്കൾ തന്നെയല്ലേ? പന്ത് റസൂൽ മറുപടിയാണ്, നിങ്ങളെ ഇന്ന് പറഞ്ഞാൽ പോരാ, അന്ന് ഒരു ഉപരോധം ഏർപ്പെടുത്തി ഓർമ്മ ഉണ്ടോ? അന്ന് നമ്മളെ കൂടെ നിങ്ങൾ നിന്നിട്ടില്ല, അന്ന് നമ്മളൊരു കുടുംബ എന്നുള്ള ബോധം നിങ്ങൾക്ക് അന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ റഹ്മത്തുൽ ആലമീൻ ആണെങ്കിലും ചിലപ്പോൾ എങ്ങനെയുണ്ടാവും, ചിലപ്പോൾ തിരിച്ചുണ്ടാവും. എപ്പോഴും റഹ്മത്ത് കാട്ടിയ ചിലപ്പോൾ റഹ്മത്ത് അങ്ങനെയാണ്. അപ്പോ അന്ന് നിങ്ങൾ നമ്മളെ കൂടെ നിന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അഹ്ലു ബൈത്തിന്റെ സ്ഥാനമല്ല, എന്റെ കുടുംബാണ് എന്ന് പറഞ്ഞ സ്ഥാനം നിങ്ങൾക്ക് ഇല്ല എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. അതാ ബനു ഹാഷിം എന്നും ബനു മുത്തലിബ് എന്നുള്ള മുഅ്മിനീങ്ങൾക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുക, ഖറാബത്ത് അഹ്ലു ബൈത്ത്, നബി കുടുംബം എന്ന് പറയുന്നത്. അത് വിശാലാർത്ഥത്തിലുള്ള ഒരു അഹ്ലു ബൈത്താണ്. ഖുറൈശികളാണ് അവർക്ക്, എല്ലാ ഖുറൈശികളും അഹ്ലു ബൈത്തല്ല. ഖുറൈശികൾ ഇപ്പോ അബൂ സുഫിയാൻ ഖുറൈശിയാണ്, അബ്ദു ഷംസിന്റെ മക്കൾ ഖുറൈശികളാണെന്നതിൽ തർക്കമില്ല. പക്ഷേ അവരൊന്നും അഹ്ലു ബൈത്തല്ല. അലി റളിയല്ലാഹു അൻഹു അവർ അഹ്ലു ബൈത്താവും. ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മക്കൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ്, അവര് തങ്ങന്മാരാണ്. ഏതർത്ഥത്തിൽ? ഈ വിശാലാർത്ഥത്തിലുള്ള അഹ്ലു ബൈത്താണ്, തങ്ങന്മാരാണ്. ജഅഫരി എന്ന വലിയ സ്ഥാനമാണ്. അതുപോലെ അലി റളിയല്ലാഹുവിന്റെ സഹോദരനാണ് അഖീൽ, അഖീലിന്റെ ബനി അഖീൽ,
അവര് അഹ്ലു ബൈത്ത്പ്പെട്ട ആളാണ്. കാരണം അവര് അഖീൽ ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ ജാഫർ ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ്, അഖീൽ ഇബ്നു അബീ ത്വാലിബ്, അവരൊക്കെ ഈ ഖുറൈശി മാത്രമല്ല, അവർ അഹ്ലു ബൈത്താണ്, നബി കുടുംബം എന്ന് പറഞ്ഞപ്പെടുന്നവരാണ്. മറ്റൊരു അതിൽ പെടില്ല, ബനു അബ്ദു ഷംസയിൽ പെടില്ല. നൗഫലും അലൈഹിം റഹ്മത്തു വൽ അബദിയാൻ വഹാദൽ ഖൗലു. അവസാനം രണ്ടാമതായി പറഞ്ഞ അഭിപ്രായം, ഈ ആയത്തിൽ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞതിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും എന്ന് വെക്കേണ്ട മുഴുവൻ ബനു ഹാഷിമെന്നും ബനു മുത്തലിബെന്നുമുള്ള മുഅ്മിനീങ്ങളായ എല്ലാ സ്ത്രീ പുരുഷന്മാരും അതിൽ പെട്ടിട്ടുണ്ട് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. ഈ വഹാദൽ ഖൗലു, രണ്ടാം അഭിപ്രായം അഅമ്മു മിനൽ അവ്വലി, ഒന്നാം അഭിപ്രായത്തിനേക്കാൾ വിശാലാർത്ഥമുള്ള അഭിപ്രായമാണ്. കമാല യഖ്ഫാൽ അദ്ഹാൻ, അത് എല്ലാ ബുദ്ധികൾക്കും വ്യക്തമാകുമല്ലോ, അവ്യക്തമാകുന്ന കാര്യമല്ല. വഖൗലുൽ ആരിഫിൽ ഖന്ദൂസി അലൈഹി റിദ്വാൻ, ഇമാം ഖന്ദൂസിയെ കേട്ടിട്ടുണ്ടോ? ഇമാം ഖന്ദൂസിയുടെ വാക്ക് അഹ്ലു ബൈത്തിനിക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന വാക്കാണ്. ആരാണ് ഇമാം ഖന്ദൂസി? അശ്ശൈഖുൽ മലാമത്തിയു മുഹമ്മദ് ഇബ്നു ഖാസിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ച് സൽവത്തുൽ അംഫാസ് വ മുഹാദസത്തുൽ അഖിയാസ് ബിമൻ ഉഖ്ബിറ മിനൽ ഉലമാഇ വ സുലഹാഇ ബിഫാസ്, അല്ലാമ ഖത്താനി എഴുതിയ കിതാബ. അതില് 363 പേജ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖന്ദൂസി പറഞ്ഞൊരു വാക്ക്, പ്രസ്താവന, ഖായിദത്തു അഹ്ലി തഹ്ഖീഖ് വൽ ഇർഫാൻ, ആരിഫീങ്ങളുടെ അടുക്കലുള്ള ഖായിദ. അഹ്ലു തഹ്ഖീഖ്, അഹ്ലു തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ ഹഖായിഖിന്റെ പണ്ഡിതന്മാര്, ഹഖായിഖ് എല്ലാ കാര്യത്തിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആളുകൾ, ഊഹാപോഹങ്ങളല്ല, ധാരണകളല്ല. ചിലപ്പോ ഹദീസുകളോ ഒക്കെ ഉണ്ടാവും, പക്ഷെ ഹദീസ് ഉണ്ടായതുകൊണ്ട് അത് ഉറപ്പിക്കാൻ പറ്റൂല, അത് ഹഖീഖത്തെക്കുറിച്ച് ചിലപ്പോൾ അതിൽ പിഴവുണ്ടാവും. ഒരാള് ഇങ്ങനെ ഉദ്ധരിച്ചു പറഞ്ഞു, ആ ഉദ്ധരിച്ച ആൾക്ക് കുഴപ്പമൊന്നും കണ്ടിട്ടില്ല, അപ്പൊ ഹദീസ് ശരിയാണ്, അപ്പൊ അത് ഇങ്ങനെയാണ് വിശ്വസിച്ച് വന്നതായിരിക്കും. ചിലപ്പോ ആ സാധാരണഗതിയിൽ കളവെന്ന് പറയാത്ത ആൾ ഒരു കളവ് പറയാലോ, ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടാത്ത. എന്നാൽ അങ്ങനെ ഒരു സാധ്യതയും ഇല്ലാത്തതിനാണ് ഹഖീഖത്ത് എന്ന് പറയാ. ഉള്ളതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ മനസ്സിലാക്കിയത് അതാരാ? അതാണ് ആരിഫീൻ. ആലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ആലിമീങ്ങൾ മനസ്സിലാക്കിയത് എല്ലാം ഹഖായിഖ് കൈക്കൊള്ളുന്നില്ല, ആരിഫീങ്ങൾ മനസ്സിലാക്കിയത് അത് ഹഖായിഖുകളാണ്. ഖായിദത്തു അഹ്ലി തഹ്ഖീഖ്, തഹ്ഖീഖിന്റെ ഉലമാഇന്റെ ഖായിദ, വൽ ഇർഫാൻ, ആരിഫീങ്ങളുടെയും ഖായിദ, അന്നഹു അല്ലാഹനെ പറ്റി അറിവുള്ള ആളുകൾ അവരുടെ നിയമം, അവരുടെ അടുക്കലുള്ള നിയമം, അന്നഹു ലൻ യകൂന ഫീഹി മുബ്നസിനൻ ഖത്തു, അഹ്ലു ബൈത്തിൽ നിന്ന് ഒരിക്കലും ജാരശിശു ഉണ്ടാവില്ല. അഹ്ലു ബൈത്ത് നമ്മൾ പറയുന്നുണ്ടല്ലോ, തങ്ങന്മാര്, ജമലുൽ ലൈലി, ബുഖാരി, ബാഫഖി, ബൽഫഖി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ തങ്ങന്മാരെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂലല്ലോ, ജാരശിശു ഉണ്ടായിക്കൂടെ, ജാരശിശു ആയിക്കൂടെ എന്നൊരു ചോദ്യം. അതിന് ആരിഫീങ്ങൾ പറയുന്നത് അങ്ങനെ തങ്ങൾ പരമ്പരയില്, മുത്തനബിയുടെ പരമ്പരയിൽ അങ്ങനെ ജാരശിശു ഉണ്ടാവില്ല. ഫലോ ഖുദ്ദിറസാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ ഭാഗത്ത് നിന്ന് തീരെ വ്യഭിചാരം എന്ന് പറയുന്ന സംഭവം, വേശ്യാവൃത്തി അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്നല്ല, അതല്ല അർത്ഥം. അതാ പറയണത്, അവർ തന്നെ പറയുന്നു, ഫലോ ഖുദ്ദിറസാൻ, വല്ല വ്യക്തിയുടെ ഭാഗത്തിൽ നിന്നും വ്യഭിചാരം അള്ളാഹു തആല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹിന്റെ ഖദർ അനുസരിച്ച് ഒരു വ്യഭിചാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനത്തെ വൃത്തിഹീനമായ സംഭവം സംഭവിച്ചാൽ, ലാ യൻഅഖിദു മനിയുഹു, അവന്റെ ബീജം കുട്ടിയായി ഉറച്ചു വരികയില്ല, ആ ബീജം കുട്ടിയായി ഉണ്ടാകില്ല. സബാഉൻ സഖറുഹും വ ഉൻസാഹും സാനിയ, തങ്ങൾ പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്ത് പരമ്പരയിൽപ്പെട്ട പുരുഷന്റെ ഭാഗത്തു നിന്നാണ് ഈ വൃത്തിഹീനമായ സംഭവം സംഭവിച്ചത് എന്നാലും, സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് സംഭവിച്ചത് എന്നാലും, രണ്ടുപേരുടെയും ബീജം, ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും, അവരുടെ ബീജം അത് കുട്ടിയായി പ്രാപിക്കില്ല, ഒരിക്കലും അതിൽ നിന്ന് കുട്ടി ഉണ്ടാകില്ല. അതുകൊണ്ട് ജാരശിശു തങ്ങന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാകില്ല. ജാരശിശു ഉണ്ടായാൽ പിന്നെ ആ ജാരശിശുവിനോട് വരലോട് കൂടെ പരമ്പര മുറിഞ്ഞുപോയി. പിന്നെ ആ ജാരശിശുവിനുണ്ടാകുന്ന മക്കള് റസൂലുള്ളാഹിയായിട്ട് ബന്ധമില്ലാതായി പോകും. അങ്ങനെയാണ് ആരിഫീങ്ങളെ നിയമം. അങ്ങനെ ആരിഫീങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഖൗലുൽ അഇമ്മത്തി, ഇമാമിങ്ങൾ പറഞ്ഞ പ്രസ്താവനയും അഹ്ലു ബൈത്തിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആരാ ഇമാമിങ്ങൾ? മിന്നും ആ ഇമാമിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇബ്നു അറബി, അശ്ശൈഖുൽ അക്ബർ ഇബ്നു അറബി, ആരിഫീങ്ങൾ വലിയ മഹാൻ. വശാമിയു, ഇമാം സുയൂത്തിയുടെ ശിഷ്യനായ അല്ലാമ ഷാമിയും, വസ്സബ്ബാൻ, മുഹമ്മദ് ഇബ്നു അലി സബ്ബാൻ, അവരും ഇവരെല്ലാം പറയുന്നു, യംബഗി തൗഖീറുഹും, അഹ്ലു ബൈത്തിനെ, തങ്ങന്മാരെ ബഹുമാനിക്കൽ, ആദരിക്കല് അനിവാര്യമാണ്.
അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വല്ല തെറ്റും കുറ്റവും മോശത്തരവും മോശപ്പെട്ട വാക്കോ സ്വഭാവമോ ഒക്കെ പ്രകടമായാൽ തന്നെയും അതിൽ നിന്നും നമ്മൾ കണ്ണ് ചിമ്മുക. അവരുടെ ദുർവൃത്തിയിൽ നിന്ന് ദുസ്വഭാവങ്ങളിൽ നിന്ന് അവർ തെറ്റുകളിൽ നിന്ന് രണ്ട് കണ്ണും തിരിഞ്ഞു കളയണം. അവരെ തെറ്റ് നമ്മള് ഒരു വലിയ തെറ്റുള്ള നമ്മൾ പരസ്യപ്പെടുത്തുകയോ അവരെയൊക്കെ തെറ്റ് സംഭവിച്ചു എന്ന് കൊട്ടിഘോഷിക്കോ വേണ്ട. കാരണം അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ വൃത്തിയാക്കാൻ അവരെ ശുദ്ധിയാക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണ സമയത്ത് അവരടുത്ത് വരും, അവരെ വൃത്തിയാക്കും. തിരിഞ്ഞു കളയട്ടെ മസാബിഹിം അവരെ തെറ്റിൽ നിന്ന് അത്വർഫാനുണ്ട് കണ്ണുകൾ. വിശ്വസിക്കപ്പെടട്ടെ. ഇത് ഞാൻ പറയല്ല കേട്ടോ, ഇത് മൗലിദുൽ ഹുസ്നൈനി പറയല്ല, ഇത് നേരത്തെ പറഞ്ഞ ഇമാമികളെ വാക്ക. വിശ്വസിക്കപ്പെടട്ടെ അഹ്ലു ബൈത്ത്പ്പെട്ട ആരെങ്കിലും ഒരുത്തരിൽ നിന്ന് വൃത്തിഹീനവും വൽ അദ്റാൻ, അദ്റാൻ എന്ന് പറഞ്ഞാല് ദറൻ എന്ന് പറഞ്ഞാൽ ചളി, അതോട് ഉദ്ദേശിക്കുന്നത് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നാണ്. സംഭവിച്ചാൽ ദോഷങ്ങൾ സംഭവിച്ചാൽ അവരുടെ മരണത്തിന്റെ മുമ്പ് അവരെ ശുദ്ധീകരിക്കപ്പെടുക തന്നെ ചെയ്യും. എല്ലാ പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടും. അവരെ ഖബറിലോ മഹ്ശറിലോ ശിക്ഷിക്കപ്പെടേണ്ടി വരില്ല. അതുകൊണ്ടാണ് അവരെ നരകത്തിൽ നിന്നും കാക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നത്. അവർക്ക് നരകത്തിന്റെ കാവലുണ്ട് എന്ന് ഹദീസിൽ വന്നത്. കാരണം അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു മാംസ കഷ്ണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവരുടെയും ഇടയിൽ കുറെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറെ മാധ്യമങ്ങളാണ് റസൂലുള്ളാഹിയുമായി അവരെ ബന്ധിപ്പിക്കുന്നത്. സവാൻ ഉന്നതമായ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളാണ് റസൂലുള്ളാഹിയോട് ബന്ധിപ്പിക്കുന്നത്. എങ്കിലും ആ ബന്ധം ചില്ലറ ബന്ധമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാംസ കഷ്ണമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമത്തു ബളഅത്തും മിന്നി, എന്റെ ശരീരത്തിന്റെ ഒരു മാംസ കഷ്ണമാണ് ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. വറദ അന്നഹും അവ്വലു മൻ യശ്ഫഉ ലഹും യൗമ യതഖാദലുൽ അഖ്ദാൻ, രണ്ട് സ്നേഹികൾ പരസ്പരം നിസ്സഹായകരാകുന്ന രണ്ട് സ്നേഹികൾക്ക് ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കാതെ പിന്തിരിയുന്ന ദിവസമുണ്ടല്ലോ, അത് മഹ്ശറാണ്. ആ മഹ്ശറിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്തിന് ആദ്യമായി ശുപാർശ ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അവരെ റസൂലുള്ളാഹി പ്രത്യേകം പറയുന്നു. വഅന്നഹും അഫ്ളലു മിൻ ഗൈരിഹിം, അഹ്ലു ബൈത്താണ് മറ്റുള്ളവരെക്കാൾ സ്ഥാനമുള്ളവര്. യൗമൽ ജസാഇ വൽ അശ്ജാൻ, പൊറുതികേടിന്റെയും ദുഃഖങ്ങളുടെയും ദിനം, അതായത് മഹ്ശറില് അഹ്ലു ബൈത്ത് മറ്റുള്ളവരെക്കാളൊക്കെ സ്ഥാനമുള്ളവരാണ്. അഹ്ലു ബൈത്ത് രണ്ടർത്ഥമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അഹ്ലു ബൈത്തു മുഴുവൻ ഔലിയാക്കന്മാരും അഹ്ലു ബൈത്താണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിലാ പറയാം. വഅന്നഹും അവ്വലു മൻ യദ്ഖുലൂനൽ ജിനാൻ, ഈ അഹ്ലു ബൈത്ത് ആദ്യമായി സ്വർഗ്ഗങ്ങളിൽ പ്രവേശിക്കുന്നവരാണ്. ബൽമൻ സാഹറഹും, അഹ്ലു ബൈത്തിനോട് അഹ്ലു ബൈത്ത് പെടാത്ത ആരെങ്കിലും വിവാഹബന്ധം പുലർത്തിയാൽ, വിവാഹബന്ധം ചേർത്താൽ, അഹ്ലു ബൈത്ത്പ്പെട്ട ഒരു മോളെ, അഹ്ലു ബൈത്ത് പെടാത്ത മലബാരി അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാള് തങ്ങന്മാരിൽപ്പെട്ട ഒരു ബീവിയെ കെട്ടിയാൽ ആ കെട്ടിയ വ്യക്തിക്ക് മാത്രമുണ്ട്. കാരണം റസൂൽ എങ്ങനെ നോക്കുക, എന്റെ മോളെ കെട്ടിയ മരുമകൻ, റസൂലിന്റെ മരുമകനായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ബൽമൻ സോഹറവും, അതൊക്കെ ഹദീസിൽ വന്നതാണ്, ഇത് ഇമാമികൾ പറഞ്ഞതുമാണ്. ബൽമൻ സോഹറവും, അഹ്ലു ബൈത്തിനോട് ഒരാൾ വിവാഹബന്ധം ചേർത്താൽ ഫഖദ് സോഹറഹു, റസൂലുള്ളാഹിനോട് അവര് വിവാഹബന്ധം ചേർത്തവരായി. അഹ്ലു ബൈത്ത്പ്പെട്ട ആളുകളെ കെട്ടിയാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, പക്ഷെ അതിനൊരു സൈഡ് എഫക്റ്റും ഉണ്ട്. അഹ്ലു ബൈത്ത്പ്പെട്ട ആളുകളെ കെട്ടിയാൽ അവർക്ക് മനസ്സിന് വിഷമുണ്ടാകുന്ന വാക്കോ പ്രവൃത്തിയോ ഭർത്താവാകുന്ന അഹ്ലു ബൈത്ത് പെടാത്ത ഭർത്താവാകുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടായാൽ കെട്ടിയതുകൊണ്ട് കിട്ടുന്ന ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാവുക. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളെ മോള് തന്നെയാണല്ലോ. അപ്പൊ ആ മോക്ക് വിഷമുണ്ടാകുന്ന രൂപത്തിൽ പെരുമാറിയാൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തിരിച്ചടിയാവും. അത് സൂക്ഷിക്കാൻ കഴിയുന്നവർക്ക് റസൂലുള്ളാഹിയുടെ പരമ്പരയിൽപ്പെട്ട ഒരു ബീവിയെ കെട്ടുന്നത് നല്ലതാണ്. വനഫഅഹു ദാലിക, റസൂലുള്ളാഹിയോട് അല്ലെങ്കിൽ തങ്ങന്മാരോട് വിവാഹബന്ധം പുലർത്തുന്നവനിക്ക് ഉപകരിക്കും. ദാലിക, ബന്ധം ഉപകരിക്കും. കസാഇലിൽ അഖ്താൻ, റസൂലുള്ളാഹിന്റെ മറ്റു മരുമക്കളെ പോലെ. മരുമകൻ എന്ന് പറഞ്ഞാൽ മക്കളെ, പെൺമക്കളെ കെട്ടിയ പുതിയാപ്പൾക്കാണ് മരുമകൻ എന്ന് മലപ്പുറം ഭാഷയിൽ പറയും. അതവിടെ ഉദ്ദേശിച്ചത്. യഥാർത്ഥ മലയാളത്തിലുള്ള
ഉദ്ദേശം. വഫീ ഖബരി ദൈലമി മർഫുഅൻ, ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, അന്ന ഹുബ്ബഹു, റസൂലുള്ളാഹിയോട് മഹബത്ത് വെക്കൽ, സ്നേഹം വെക്കൽ, വഹുബ്ബ അഹ്ലി ബൈത്തിഹി, റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിനോട് സ്നേഹം വെക്കൽ, ബി സബഇ മവാത്തിൻ അളീമത്തിൻ അഹ്വാലുഹാ നാഫിആൻ, ഭയാനകരമായ 7 സ്ഥലങ്ങളിൽ ഉപകരിക്കുന്നതാണ്. ഏത്? റസൂലുള്ളാഹിനോടുള്ള മഹബത്ത്, റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് ഭയാനകരമായ 7 സ്ഥലങ്ങളിൽ ഉപകരിക്കും. ഈ പറഞ്ഞ അഹ്ലു ബൈത്തും ഔലിയാനോടുള്ള മഹബത്ത് അടക്കമാണ്. അഹ്ലു ബൈത്ത് പറയുമ്പോൾ അവിടെ മടവൂരിന്റെ ആ പാട്ടുണ്ടല്ലോ, ഔലിയ, ഓനും കൂടെ കൂട്ടി വായിക്കണം. മമ്പുറം തങ്ങളെ മഹബത്ത് വെക്കൽ, മടവൂർ തങ്ങളെ മഹബത്ത് വെക്കൽ, അങ്ങനെയുള്ള ഔലിയാവിനെ മഹബത്ത് വെക്കലും പെട്ടു. അത് 7 സ്ഥലങ്ങളിൽ ഉപകരിക്കും. ഇന്ദൽ വഫാത്തി, മരണസമയത്ത് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവൻ മരിക്കുന്ന സമയത്ത് ഒന്നുകിൽ റസൂലുള്ളാഹി വരും, അല്ലെങ്കിൽ റസൂലുള്ളാഹിയുമായി ബന്ധമുള്ളൊരു വലിയ വരും അവിടെ. അപ്പോൾ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, ഈമാൻ തെറ്റാതെ മരിക്കാൻ കഴിയും. വൽ ഖബരി, രണ്ടാമത് ഖബറിലാണ്. ഖബറില് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാക്കേ ഖബറില് രക്ഷയുണ്ടാവും. വൻ നശ്രി, നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴും. വൽ കിതാബ്, ഖബറിൽ നിന്ന് എണീറ്റ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുന്നിടത്ത് പല വിഷമങ്ങളും ബുദ്ധിമുട്ടും നേരിടാനുണ്ട്. മലായികത്ത് ഖബറിൽ നിന്ന് എണീറ്റ് മഹ്ശറിലേക്ക് പോകുന്ന വഴിക്കന്നെ പിടിച്ചു, ചങ്ങൽക്കിട്ട് പിടിക്കും, നരകത്തേക്ക് പോകാനുള്ളവനാണ്. പിന്നെ അവിടെ ഇരുള് വരാനുണ്ട്, വലിയ ഇരുള്, പേടിക്കാൻ എമ്പാടുമുണ്ട്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുന്ന ആ പോക്ക് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമാകും. അപ്പൊ അതുകൊണ്ട് അതാണ് നശ്ർ എന്ന് പറയുന്നത്, ഒരുമിച്ച് കൂട്ടപ്പെടുക. മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ഉപകരിക്കും. എന്താണ് ഉപകാരം? അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ചവൻ, മുത്തനബിന്റെ കുടുംബത്തെ മഹബത്ത് വെച്ചവൻ, ആ കുടുംബത്തിന്റെ കൂടെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. മുത്തനബിയുടെ ആത്മീയ കുടുംബമായ ഔലിയാവിനെ മഹബത്ത് വെച്ചവൻ, ആ ഔലിയാവിന്റെ കൂടെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. അവരുടെ പിന്നിൽ, അവരുടെ തൊട്ടടുത്തായി കൊണ്ടാണ് ഉപരുണ്ടാകുക. പിന്നെ ഒരിക്കലും അവർക്ക് പേടിക്കേണ്ടി വരില്ല. ഒരു കിതാബ് വലം കൈയിലും ഇടം കൈയിലും നൽകപ്പെടുന്ന സമയത്ത് അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ചത് ഉപകരിക്കും. വലം കൈയിൽ കിതാബ് കിട്ടാൻ കാരണമാകും. ഹിസാബ്, അല്ലാഹു തആല ഹിസാബ് എടുക്കുന്ന സമയത്തും മഹബത്ത് റസൂലുള്ളാഹിയോടും അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് ഉപകരിക്കും. വസ്സിറാത്ത്, സിറാത്ത് പാലത്തുമ്മ കടക്കുന്ന സമയം സിറാത്തിന്റെ അടുത്തും ഉപകരിക്കും. വൽ മീസാൻ, മീസാനിൽ തൂക്കുന്ന സമയത്ത് ഉപകരിക്കുന്നതാണ്. അഹ്ലു ബൈത്തും അഹ്ലു ബൈത്തിനെ ഇഷ്ടപ്പെട്ടവരും യരിദൂനൽ ഹൗദ, റസൂലുള്ളാഹിയുടെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് വരും. കമാ തഖാറബ സബ്ബാബത്താൻ, സബ്ബാബത്താൻ 2 ചൂണ്ടാമ്പല്ലാണ്. ചൂണ്ടാമ്പല്ലിൽ ഒരു കൈ ഒന്നേ ഉണ്ടാവും. 2 ചൂണ്ടാമ്പല്ലിൽ അടുത്തതുപോലെയാണ് ഈ ചൂണ്ടാമ്പല്ലിൽ അടുത്തതുപോലെയെന്നല്ല, മറിച്ച് ഇതാ റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്. കമാ തഖാറബ സബ്ബാബത്താൻ, 2 ചൂണ്ടാമ്പല്ലിന്റെ തൊട്ടടുത്ത വിരല്, ഇതാ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, മലയാള ഭാഷയിൽ ആ പ്രയോഗമില്ല. സൂര്യനും ചന്ദ്രനും ഉദ്ദേശിച്ചിട്ട് അറബി ഭാഷയിൽ ശംസാനി എന്ന് പറയും. സൂര്യങ്ങൾ ഒന്ന് ചന്ദ്രനാണ്, ഒന്ന് സൂര്യൻ. എന്നതുപോലെ സബ്ബാബത്താനി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് ഒന്ന് ഈ ചൂണ്ടാമ്പല്ലും തൊട്ടടുത്ത് നിൽക്കുന്നത്. ഈ 2 വിരല് എത്ര അടുത്താണ്! ഇതുപോലെ അഹ്ലു ബൈത്തും അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവരും ഇങ്ങനെ ഹൗദുൽ കൗസറിനെ സമീപിക്കുന്നതാണ്. അവർക്ക് പേടിക്കേണ്ടതില്ല. വഅന്ന മഹബ്ബത്തും അഹ്ലു ബൈത്തിനെ സ്നേഹിക്കരുത് തുതവ്വിലുൽ ഉംറ, വയസ്സിൽ ദീർഘമുണ്ടാക്കി തരും, വയസ്സിൽ ബർക്കത്തുണ്ടാവും. അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ച, ഔലിയാനെ മഹബത്ത് വെച്ച. വതുബയ്യിദുൽ വജ്ഹ, മുഖത്തിന് ഭംഗി കൂടും. അഹ്ലു ബൈത്തിനെ രണ്ടർത്ഥത്തിലുമുള്ള അഹ്ലു ബൈത്ത് നബി കുടുംബവും ഔലിയാവും. അവരെ മഹബത്ത് വെച്ചാൽ അവരുടെ ആ മഹബത്ത് വെച്ചോ എന്റെ മുഖത്ത് നോക്കിയാൽ ഈമാനിക പ്രകാശം. എപ്പോഴും മൊയ്തീശകനെ കുറ്റം പറഞ്ഞവന്, മടവൂനെ തെറി വിളിച്ചവന്, മമ്പ്രം തങ്ങളെ കുറ്റം പറഞ്ഞവന്, അവന്റെ മുഖത്ത് നോക്കിയാൽ കറുപ്പ് നിയലിച്ചിരിക്കും. കുഫറിന്റെ കറുപ്പുണ്ടാവും, അല്ലെങ്കിൽ വന്തോഷത്തിന്റെ കറുപ്പ് അവന്റെ മുഖത്തുണ്ടാവും. വതുബയ്യിദുൽ വജ്ഹ, മുഖത്തിനെ അത് വെളുപ്പിക്കുന്നതാണ്. യൗമുൽ ഖിസി വൽ ഇഹ്സാൻ, നിന്ദതയുടെയും ദുഃഖങ്ങളുടെയും ദിവസമായ മഹ്ശറ. ആ മഹ്ശറില് ചിലരുടെ മുഖം വെളുത്ത് പ്രകാശിക്കുകയും ചിലരുടെ മുഖം കറുത്ത് ഇരുണ്ട മുഖവുമാവും. ആ ദിവസം അഹ്ലു ബൈത്തിനെ മഹബത്ത് വെച്ചവരുടെ മുഖം പ്രകാശിക്കുന്നതാണ്, വെളുക്കുന്നതാണ്. വബുഗ്ളഹും, അഹ്ലു ബൈത്തിനെ അവരെ വെറുക്കൽ, യജ്അലുൽ വജ്ഹ, വെറുത്തവന്റെ മുഖത്തിന് വജ്ഹ സൂദാൻ, കറുപ്പന്മാരുടെ മുഖമാക്കുന്നതാണ്. സുഡാനികളെ പോലെ കറുപ്പന്മാരുടെ മുഖമാക്കുന്നതാണ്. വഅന്നമൻ അദ്ഖല അസ്സുറൂറ അലൈഹിം, അഹ്ലു ബൈത്തിന് അവരുടെ മനസ്സിലേക്ക് സന്തോഷം കടത്തിയവര്, അഹ്ലു ബൈത്തിന്റെ മനസ്സിന് സന്തോഷമുണ്ടാവാൻ ഹേതുവായവർ,
ശഫഅ ലഹും റസൂലുള്ളാഹി അവർക്ക് ശഫാഅത്ത് ചെയ്യും യൗമൽ ജസാഇ വൽ വിസാൻ അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്ന ദിവസം എല്ലാം തൂക്കപ്പെടുന്ന ദിവസം വഅന്നഹു ലാ യുമിനു അഹദുൻ ഹത്താ യകൂന അഹ്ലുഹു സ്വല്ലല്ലാഹു ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാ പറയുന്നത് വഅന്നഹു മറ്റൊരു ഹദീസ് ലാ യുമിനു അഹദുൻ ഒരാളും യഥാർത്ഥ വിശ്വാസിയാകൂല ഹത്താ യകൂന അഹ്ലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇത്രതു അഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വഇത്രതിഹി റസൂലുള്ളാഹിയുടെ കുടുംബവും റസൂലുള്ളാഹിയുടെ മക്കളും സന്താനവും അഹബ്ബ ഇലൈഹി ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വരെ മിൻ അഹ്ലിഹി അവന്റെ ഫാമിലിയെക്കാളും വഇത്രതിഹി അവന്റെ കുടുംബത്തെക്കാളും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും യഥാർത്ഥ മുഅ്മിനാകുന്നതല്ല വിശ്വാസിയാകുന്നതല്ല. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്റെ കുടുംബത്തെക്കാൾ എനിക്ക് ഇഷ്ടം റസൂലുള്ളാഹിയുടെ കുടുംബത്തിനോടാണ് എന്ന് പറഞ്ഞ് റവാഹുൽ ബൈഹഖിയു വഇബ്നു ഹിബ്ബാൻ ഈ ഹദീസ് ഇമാം ബൈഹഖിയും ഇബ്നു ഹിബ്ബാൻ എന്നീ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വൽ വറഉ എന്നാൽ ദുഷ്കം സൂക്ഷ്മത മഹബ്ബത്തു മൻ നുസിബ ഇലൈഹി റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെട്ടവരെയും സ്നേഹിക്കലാണ്. തങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്ന് പാർക്കുന്നുണ്ട്. ഒരു വാപ്പ വല്യാപ്പ അവരെ നമുക്ക് അറിയില്ല, തങ്ങളാന്ന് പറയുന്നുണ്ട്. തങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് നമുക്കൊന്നും കുറയാനില്ലല്ലോ. പിന്നീട് തങ്ങളെല്ലാം തെളിഞ്ഞാൽ ആയിക്കോട്ടെ, നമ്മൾ ദോഷമൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ബഹുമാനിക്കലും ഒരിക്കലും തങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനിച്ചു. ഒരു മനുഷ്യനെ ബഹുമാനിക്കലും പരിഗണിക്കലും ഒരിക്കലും തെറ്റാകുന്നില്ല. ഒരു മനുഷ്യനെ അവഗണിക്കലും അപമാനിക്കലുമാണ് തെറ്റായി വരുന്നത്. അത് അസ്ഥാനത്തായ വലിയ തെറ്റാണ്. മഹബ്ബത്തു മൻ നുസിബ ഇലൈഹി റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെടുന്നവരെയും മഹബ്ബത്ത് വെക്കലാണ് ദുഷ്കം. വഇൻ തുആന ഫീ നസബിഹി തുആൻ അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളൊന്നല്ല, അയാൾ ജമലുല്ലൈലിന്നല്ല, അയാൾ ഏതോ കള്ളനാണ്, ജമലുല്ലൈലിന്നല്ല, അയാളെ വാപ്പ തങ്ങളൊന്നല്ല, തെളിയിക്കാൻ കഴിയൂല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആണെന്നും പറയുന്നുണ്ട്, നമുക്ക് ഉറപ്പിട്ടിട്ടില്ല തങ്ങളല്ല എന്നുള്ളത്. അതുകൊണ്ട് തങ്ങളാണെന്ന് പറയപ്പെടുന്നവരെയും ബഹുമാനിക്കലാണ് നല്ലത്. എന്നാ പിന്നെ നമ്മള് മുസീബത്തേക്ക് എത്തണ്ടല്ലോ. ആക്ഷേപം തങ്ങളല്ല വാപ്പ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ആക്ഷേപം ചിലപ്പോ അത് പൊളിയാൻ സാധ്യതയുണ്ട്. അവർ മനസ്സിലാക്കിയതനുസരിച്ച് പറഞ്ഞതായിരിക്കാം. മാത്രല്ല വഹബ്ബൽ മഷ്കൂക്കി ഫീ തങ്ങളാണ് എന്ന് സംശയമുള്ള ആളെന്നെ മഹബത്ത് വെക്കൽ അബുലവു അതാണ് കൂടുതൽ അർത്ഥഗാംഭീര്യമുള്ളത്. ഫീ തഅലീമി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥ സ്വാധീനമുള്ളത്. റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നതിൽ കൂടുതൽ സ്വാധീനമുള്ളത് എതിനാ ബിൻ ഹുബ്ബിൽ മുസ്തഫ തങ്ങളാണ് തെളിഞ്ഞ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നതിന് സ്വാധീനമുണ്ട്. തങ്ങളാണോ സംശയിക്കുന്നതിനും കൂടെ സ്നേഹിക്കരുത്. തങ്ങളാണെന്ന് ബോധ്യപ്പെട്ട എന്തായാലും മുഅ്മിനീങ്ങൾ സ്നേഹിക്കും, അതുവരെ സ്നേഹിക്കണം. അതോടൊപ്പം തങ്ങളാണ് സംശയിക്കപ്പെടുന്ന വ്യക്തിയോട് സ്നേഹിച്ചാൽ അത് ബഹുമാനത്തിന്റെ ഊക്കാണത്. റസൂലുള്ളാഹിനോടുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഊക്കാണത്, പവറാണ്.